യുടെ അഭിമാന ദൗത്യമായ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-09 അങ്ങനെ PSLV 61 കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. 18 മിനിറ്റാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ എടുക്കുന്ന സമയം. ആദ്യത്തെ 2 ഘട്ടവും വിജയകരമായി പൂർത്തിയായിട്ടുണ്ട്. 3-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ചരിത്രപരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആകാശത്തോളം അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണിത്. നിരവധി ദൗത്യങ്ങൾ ബഹിരാകാശ രംഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇന്ത്യ വിജയകരമായി തന്നെ. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപഗ്രഹമാണ്. അതായത് ഭൗമോപരിതലത്തിലെ ഏത് കാലാവസ്ഥയിലും കൃത്യമായിട്ടുള്ള ചിത്രങ്ങൾ നൽകുന്ന ഒരു ഉപഗ്രഹം. ദേശ സുരക്ഷയിൽ ഉൾപ്പെടെ നിർണായകമാകുന്ന ഈ ഉപഗ്രഹം എത്രത്തോളം ഇന്ത്യക്ക് പ്രധാനപ്പെട്ടതാണ് ശ്രീധരൻ? Till PS4 ignition around 500. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ അടുത്ത് ഓപ്പറേഷൻ സിന്ധൂരിലൊക്കെ കണ്ടു. നമ്മൾ അതിർത്തി കടന്നു പോയി അതിർത്തി രാജ്യത്തുള്ള പാകിസ്ഥാനുള്ള തീവ്രവാദ കേന്ദ്രങ്ങൾ കൃത്യമായിട്ട് അത്രയും പ്രിസിഷനോട് കൂടി തകർത്ത് തിരിച്ചു വരുന്ന നമ്മുടെ മിസൈലുകളൊക്കെ കൃത്യമായിട്ട് അവിടെ പോയി തിരിച്ച് ആ കേന്ദ്രങ്ങൾ തകർക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇതിനൊക്കെ സഹായിച്ചത് ഇത്തരത്തിലുള്ള ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. അതായത് റഡാർ ഇമേജിംഗ് സിസ്റ്റമാണ്. എവിടെയാണോ ഈ കേന്ദ്രങ്ങളുള്ളത് അത് കൃത്യമായിട്ട് പോയിന്റ് ചെയ്തു തരുന്നതിൽ ഈ ISROയുടെ പങ്ക് വളരെ വലുതായിരുന്നു. ISRO ചെയർമാൻ കഴിഞ്ഞ ദിവസം തന്നെ അത് വ്യക്തമാക്കിയിരുന്നു. അതായത് ഈ ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഭാഗമായിരുന്നു ഈ ISRO എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും കേവലം ദേശസുരക്ഷ മാത്രമല്ല, മറ്റ് നിരവധി, അതായത് ഭാരതം നേരിടുന്ന മറ്റ് ഭൗമശാസ്ത്രപരമായിട്ടുള്ള നിരവധി വെല്ലുവിളികളുണ്ട്. അതിനെയൊക്കെ അതിജീവിക്കാനുള്ള അല്ലെങ്കിൽ അതിനെയൊക്കെ മുന്നറിയിപ്പ് ലഭിക്കാനുള്ള സൗകര്യങ്ങൾ കൂടി ഈ റിസാറ്റ് നൽകും. അതായത് വെള്ളപ്പൊക്കം, ഭൂകമ്പം, ഇതിനെയൊക്കെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ ഈ റിസാറ്റ് ശ്രേണിയിൽപ്പെട്ട ഈ ഉപഗ്രഹങ്ങൾ കൊണ്ട് സാധിക്കും. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏത് സാഹചര്യത്തിലും കൃത്യമായിട്ടുള്ള ഇമേജുകൾ റഡാർ സംവിധാനത്തോടു കൂടിയുള്ള അനുസരിച്ച് എടുക്കുന്ന ഇമേജുകൾ ലഭ്യമാക്കാൻ സാധിക്കും. കാർഷിക രംഗത്ത് വിളകളുടെ വളർച്ചയൊക്കെ ഉൾപ്പെടെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കാൻ ഈ ഉപഗ്രഹങ്ങളുടെ റഡാർ ഇമേജിംഗ് സാങ്കേതികവിദ്യ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും ആദ്യ 3 ഘട്ടങ്ങൾ ഇതിനോടകം തന്നെ വിജയമായിരിക്കുന്നു എന്നുള്ള ഒരു അറിയിപ്പ് ഇപ്പോൾ ISROയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. നേരത്തെ ഉമൈബാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും പ്രാധാന്യം ഈ ദേശ സുരക്ഷ സംബന്ധിച്ച് നമ്മുടെ 4 ഭാഗത്തു നിന്നും വലിയ വെല്ലുവിളി അതിർത്തി സംബന്ധിച്ച് നേരിടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വെല്ലുവിളികളെ നേരിടാൻ സൈന്യത്തെ സഹായിക്കുന്നതിന് ഇത്തരം പരീക്ഷണങ്ങൾ, ഇത്തരം വിക്ഷേപണങ്ങൾ തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇപ്പോൾ ISROയുടെ ഭാഗത്തുനിന്ന് വിവരങ്ങൾ വരുന്നതിൽ ചെറിയ ഒരു കാലതാമസം വരുന്നുണ്ട്. അവരെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ വിവരങ്ങൾ വരുന്നതിൽ ചെറിയ കാലതാമസം വരുന്നുണ്ട്. അതെന്താണെന്ന് സംബന്ധിച്ച് നമുക്ക് ഒരു എന്താണെന്ന് സംബന്ധിച്ച് ഇതുവരെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ വിവരങ്ങൾ വരുന്നതിൽ ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കൂടി ഈ നിമിഷം എടുത്തു പറയണം. ഏതായാലും 18 മിനിറ്റാണ് EOS-9 എന്നുള്ള ഈ റിസാറ്റ് ശ്രേണിയിൽപ്പെട്ട ഈ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി വരിക. 5:59 ലോഞ്ചിങ് ഉണ്ടായത്. ഏതാണ്ട് 6:20 ഈ ഭ്രമണപഥത്തിലേക്ക് ഈ EOS-9 എത്തിക്കാനാകും. നമ്മുടെ ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള PSLV C61 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഈ ലോഞ്ച് നടന്നത്. 63ാമത്തെ ലോഞ്ചാണ് ഈ PSLV C61ൻ്റെ PSLV ലോഞ്ച് വെഹിക്കിളിൻ്റെ എന്നുള്ളത് എടുത്തു പറയണം. അത്രയും വിശ്വസനീയമായിട്ടുള്ള 63ാമത്തെ ലോഞ്ച് നടന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ റിസാറ്റ് ശ്രേണിയിൽപ്പെട്ട ഈ ഉപഗ്രഹങ്ങളുടെ ഒരു കാര്യവും. ഏതായാലും 5 വർഷക്കാലമാണ് ഇത് ഭൂമിയെ ചുറ്റി, അല്ലെങ്കിൽ ഈ ഒരു മിഷന്റെ കാലാവധി എന്നുള്ളത് 5 വർഷമാണ്. ഈ കാലയളവിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് തരാൻ ഈ ഉപഗ്രഹത്തിന് സാധിക്കും. ഏതായാലും 18 മിനിറ്റ് ആണ് ഈ ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിക്കാനുള്ളത്. നിലവിലുള്ള ആദ്യ 3 ഘട്ടങ്ങളും കൃത്യമായിട്ടുള്ള നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഈ ISRO. ഓക്കെ ശ്രീധരൻ.